ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഞങ്ങൾ കൊൽക്കത്തയിലെ സയൻസ് സിറ്റിയിലെ മിറർ ഗ്യാലറിയിൽ ചെന്നതാണ്. മിറർ കൊണ്ടുള്ളൊരു മാജിക് വേൾഡ്. സയൻസ് സിറ്റിയുടെ ഒരു ആകാശ കാഴ്ചയാണിത്. കേബിൾ കാറിൽ കയറി പോകുമ്പോൾ സയൻസ് സിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര കേന്ദ്രമാണ് കൊൽക്കത്തയിലെ സയൻസ് സിറ്റി. ഏതാണ്ട് 49.6 ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനം 1997 പൊതുജനങ്ങൾക്കായി തുറന്നത്. ശാസ്ത്രത്തെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ കീഴിൽ ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. തുടക്കത്തിൽ ചെറിയ പ്രദർശനങ്ങളുമായി ആരംഭിച്ച സയൻസ് സിറ്റി പിന്നീട് നിരവധി ആകർഷകമായ പ്രദർശനങ്ങളും മറ്റും കൂട്ടിച്ചേർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. ഇൻഡസ്ട്രി, ഹ്യൂമൻ വെൽഫെയർ, എൻവയോൺമെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എന്നിവയിലൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രാധാന്യം വളർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഹൗറ സ്റ്റേഷനിൽ നിന്നും 13 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടെയുള്ള ഫൺ സയൻസ് ഗാലറിയിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. എമർജിംഗ് ടെക്നോളജി ഗാലറിയിൽ പുതിയ ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അറിയാം. കൂടാതെ മറൈൻ എക്സിബിഷൻ, പ്ലാനറ്റോറിയം, 3D ഡിജിറ്റൽ തിയേറ്റർ, ഒളിമ്പ്യൻ പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക് എന്നിങ്ങനെ ധാരാളം വസ്തുതകൾ കാണാനുണ്ട്. ബട്ടർഫ്ലൈ പാർക്കിൽ സേവ് ബട്ടർഫ്ലൈ എന്ന് എഴുതി വെച്ച് അതിമനോഹരമായ ഒരു പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഹ്യൂമൻ എവല്യൂഷൻ, സ്പേസ് തിയേറ്റർ, പ്ലാനറ്റോറിയം എന്നിവയിലൊക്കെ ഷോകളുമുണ്ട്. ഒരു എർത്ത് എക്സ്പ്ലോറേഷൻ ഹാളുണ്ട്. അതിന് സെമി സർക്കുലാർ ഷേപ്പാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിനെ കുറിച്ചും സതേൺ ഹെമിസ്ഫിയറിനെ കുറിച്ചുമുള്ള വിവരണങ്ങൾ ഇവിടെയുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മിറർ ലാബറിന്ത് ഉണ്ട്. അതായത് കണ്ണാടികളാൽ ചുറ്റപ്പെട്ട ഒരു വഴിത്താര. അതിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് വഴി തെറ്റിപ്പോകും. എവിടെ നോക്കിയാലും മിറർ മാത്രം. ഇവിടെ ഗാർഡനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പൈപ്പ് രാത്രിയിൽ കണ്ടാൽ അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതായി തോന്നും. ട്രെയിൻ ടൂർ ആയതിനാൽ ഞങ്ങൾക്കുള്ള ഫുഡും പാക്ക് ചെയ്ത് തന്നിരിക്കുന്നു. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മുഴുവൻ കണ്ടു തീരില്ല. അത്രയേറെ വലുതാണ് കൊൽക്കത്ത സയൻസ് സിറ്റി. താങ്ക് യു.